ന്യൂസ് റൂം കേരള ന്യൂസ് at 5:30 PM ഹെഡ്ലൈൻസ്. ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് നൽകാൻ സർക്കാർ തീരുമാനമായി. 5 മാസത്തെ കുടിശ്ശികയിൽ ഒരു ഘടകവും നടപ്പുമാസത്തെ പെൻഷനുമാണ് നൽകുന്നത്. ഇതിനായി 1800 കോടി രൂപയാണ് വകയിരുത്തുന്നത്. 60 ലക്ഷം പെൻഷൻകാർക്ക് 3200 രൂപ വീതം ഈ മാസം അവസാനത്തോടെ ലഭിച്ചു തുടങ്ങും. വൃദ്ധയെ ക്രൂരമായി പീഡിപ്പിച്ച 29-കാരൻ പിടിയിൽ. ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ 29-കാരനായ കായംകുളം കണ്ടലൂർ കാട്ടുപറമ്പിൽ സുധാഭവനിൽ ദിനേശ് കനകക്കുന്നാണ് പോലീസിന്റെ പിടിയിലായത്. കൊയിലാണ്ടിയിൽ ബസ് മറിഞ്ഞ് 10 പേർക്ക് പരിക്ക്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു. കൊയിലാണ്ടിയിൽ നിന്നും മേപ്പയൂരിലേക്ക് പോവുകയായിരുന്ന അരിക്കൽ ബസ്സാണ് നിയന്ത്രണം വിട്ടും അപകടത്തിൽപ്പെട്ടത്. കുട്ടികൾ ഉൾപ്പെടെ 10 പേർക്ക് പരിക്കുപറ്റിയവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി മേയറെ തടഞ്ഞു. പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റുന്നതുമായി സംബന്ധിച്ച് ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ഓരോ വ്യാപാരികളുമായി പ്രത്യേക യോഗം നടത്തിയതിനാലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി മേയറെ തടഞ്ഞത്. തുടർന്ന് ജില്ലാ സെക്രട്ടറി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആരോപണ വിധേയരെ കോൺക്ലേവിൽ പങ്കെടുപ്പിക്കരുതെന്ന് കെ സച്ചിദാനന്ദൻ. ആരോപണ വിധേയരെ സിനിമ കോൺക്ലേവിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടത്. ആരോപണ വിധേയർ പങ്കെടുക്കുന്നത് കോൺക്ലേവിന്റെ വിശ്വസ്തതയെ ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവരും സ്വതന്ത്രമായി പരാതിപ്പെടാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവണമെന്നും രഞ്ജിത്തിനെതിരെ കേസെടുത്ത നടപടിയെ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനിമാ മേഖലയിൽ ശുദ്ധീകരണം വേണമെന്ന് രമേശ് കാവിൽ. മലയാള സിനിമാ മേഖലയിൽ നടക്കുന്നത് മോശം പ്രവണതകളെ ഇല്ലാതാക്കാനുള്ള ചരിത്രപരമായ ശുദ്ധീകരണമാണെന്ന് കവിയും ഗാനരചയിതാവുമായ രമേശ് കാവിൽ പറഞ്ഞു. സംസ്ഥാന സിനിമാ അവാർഡ് ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിയ സുധി കോഴിക്കോടിനെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്ന അദ്ദേഹം ഇത്തരം ശുദ്ധീകരണത്തിനും ഓഡിറ്റിങ്ങിനും തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.